വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. യൂണിവേഴ്സൽ എക്സ്പാൻഷൻ ഖുർആൻ പണ്ടേ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സൂറത്ത് ദാരിയത്തിലെ 47-ാം ആയത്ത് പൊതുവെ ഖുർആൻ ശാസ്ത്രവാദികളെ കൊണ്ടെടുക്കേണ്ട സാധനമാണ്. എന്നാൽ എല്ലാത്തിനും ജെമിനിനോട് ചോദിക്കുന്ന നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജെമിനിയോട് ചോദിക്കുക, ഈ പറയുന്ന ആയത്തിന്, അതായത് വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ എന്ന് പറയുന്ന ആയത്തിന് വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നവനാണ് അള്ളാഹു. അതിനെ, അതായത് ആകാശത്തിന് വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നവനാണെന്നുള്ള അർത്ഥം ആദ്യമായിട്ട് കൊടുത്തത് ആരാണ്, അതെന്നാ കൊടുത്തത് എന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും 1950 ശേഷം. ഖുർആൻ പരിഭാഷകളുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1950 ശേഷമുള്ള പരിഭാഷകളിൽ മാത്രമേ നമുക്ക് വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നവെന്നുള്ളൊരർത്ഥം കാണാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് ഉള്ള പരിഭാഷകളും ഖുർആൻ വ്യാഖ്യാനങ്ങളും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 2 രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, മൂസ്യ, ഇബ്നു അബ്ബാസ് ഒക്കെ പറഞ്ഞത്. ഇത് ഞാൻ വെറുതെ പറയുന്നതാണെന്ന് കരുതുന്നവർ തഫ്സീറുകളിൽ പോയി നോക്കുക. തഫ്സീറിൽ പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് തഫ്സീറുകൾ അവൈലബിൾ ആണല്ലോ, പഴയ ക്ലാസിക്കൽ തഫ്സീറുകൾ. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വൈന്നാല മൂസിഊൻ എന്നുള്ളിടത്ത് പിന്നെ കാല ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഇന്നാല ഖാദിറൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി വേറെ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ തന്നെ ഈ മൂസ എന്ന് പറയുമ്പോൾ അത് വസയിൽ നിന്നുണ്ടായതല്ലേ എന്നൊരു ചോദ്യം ഉണ്ടാകും. വിശാലമായി അല്ലേ, ഔസ, വിശാലമാക്കി എന്ന രീതിയിൽ. അവിടെ തൊബിരിയുടെ തഫ്സീറിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രം കാണാൻ പറ്റും ഔസ എന്ന് കാണാൻ പറ്റും. അതായത് അവിടെയും വിശാലമാക്കി എന്നാണ്. അള്ളാഹു ഈ ഒരു ആകാശത്തിനെ വിശാലമാക്കിയവൻ അള്ളാഹുവാണ്, ഈ ഒരു ആകാശത്തിനെ ഉണ്ടാക്കാൻ കഴിവുള്ളവൻ അള്ളാഹുവാണ് എന്ന രീതിയിലൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിന് കഴിവുണ്ട്, അള്ളാഹുവിൻ്റെ കഴിവ് അതിന് വിശാലമായതാണ് എന്ന രീതിയിലാണ്. അതല്ലാതെ ആകാശത്തിനെ അള്ളാഹു വിശാലമാക്കിക്കൊണ്ടേയിരിക്കുന്നവനാണെന്ന് 1950 മുമ്പ് ഈ ഒരു ആയത്തിന് അർത്ഥം ആരും മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ 1950 ശേഷം അവിടെ നിർബന്ധിതമായിട്ട് എഴുതി ചേർക്കണം. കാരണം നമുക്ക് ഖുർആനിലെ ശാസ്ത്രം തിരികെ ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ട് അവിടെ എഴുതി ചേർക്കാൻ തുടങ്ങി. തീർച്ചയായും അള്ളാഹുവാണ് ആകാശത്തെ നിർമ്മിച്ചത്, അള്ളാഹു അതിനെ വിശാലമാക്കിക്കൊണ്ടേയിരിക്കുന്നവനാണ് എന്ന രീതിയിൽ പരിഭാഷകളിൽ എഴുതി ചേർത്ത് തുടങ്ങി. നിങ്ങൾ നോക്കിക്കോ, 1950 ശേഷമാണ് അരിയിൽ എഴുതി വന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാനുണ്ടാവും, അവിടെ ആ അർത്ഥം സാധ്യമാണല്ലോ, അപ്പോൾ ആ അർത്ഥം കൊടുക്കുന്നതിന് എന്താണ് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാകും. അങ്ങനെ സാധ്യമായ അർത്ഥങ്ങളെല്ലാം, അതായത് അന്ന് ഉദ്ദേശിക്കാത്ത, ആദ്യകാലങ്ങളിൽ ഉദ്ദേശിക്കപ്പെടാത്ത അർത്ഥം, എന്നാൽ സാധ്യമായ അർത്ഥം, അങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ ഖുർആനിലുള്ള ആയത്തുകളിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെ സാധ്യമായ അർത്ഥങ്ങളെല്ലാം കൊടുക്കാൻ പറ്റും ഖുർആനിലെ ആയത്തുകൾക്ക് എന്നാണെങ്കിൽ അത് അഡ്രസ്സില്ലാത്ത, തന്തയില്ലാത്ത ഏതെങ്കിലും ഐഡികളിൽ നിന്ന് വന്ന് കൊണക്കാതെ, തീർത്തും നിരുത്തരവാദിത്തപരമായ വർത്തമാനങ്ങൾ മാത്രം പറയുന്ന ഏതെങ്കിലും ഉത്തരവാദിത്തമില്ലാത്ത ഐഡികളിൽ നിന്നല്ലാതെ ഉത്തരവാദിത്തമുള്ള, മതത്തിൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്തമുള്ള ഏതെങ്കിലും സംഘടനയുടെ നേതാക്കളിൽ നിന്ന് നിങ്ങളൊരു ഫത്വ വാങ്ങിക്കുക, പബ്ലിഷ് ചെയ്യുക. ബാക്കി ഞാൻ അപ്പം പറഞ്ഞുതരാം. അപ്പം ഇനി ചിലർക്ക് സംശയം ഉണ്ടാവും, അപ്പം ഇനി ബിഗ് ബാങ്ങോ എന്ന് അല്ലേ പറയാം.